ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആംപ്ലിഫയേഴ്സ് ആയിരുന്നു അല്ലേ, ഓരോ കപ്ലിംഗ് മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സിൻ്റെ ഒരു കമ്പാരിസൺ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഓരോ കപ്ലിംഗ് മെത്തേഡുകളിൽ ഉണ്ടാകുന്ന എഫക്ട്സ് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വി ആർ ഹാവിങ് അവർ കപ്ലിംഗ് മെത്തേഡ്സ് അല്ലേ. കപ്ലിംഗ് മെത്തേഡുകളുണ്ട് നമ്മുടെ കയ്യിൽ. വിൽ ബി ഹാവിങ് മെയിൻലി നമ്മുടെ 3 കപ്ലിംഗ് മെത്തേഡുകളാണുള്ളത്. ഓക്കെ, മെയിൻലി 3 കപ്ലിംഗ് മെത്തേഡുകളാണുള്ളത്. വി വിൽ ഡിനോട്ട് ഇറ്റ്. ക്ലിയർ? നമ്മൾ ജസ്റ്റ് നമ്പറുകൾ നോട്ട് ചെയ്യും. ഇവിടെ നമ്മൾ ടൈപ്പ് ഓഫ് കപ്ലിംഗ് അല്ല, ആ കപ്ലിങ്ങിൻ്റെ പർട്ടിക്കുലേഴ്സ്. ഓക്കെ, ഇവിടെ ടൈപ്പ് ഓഫ് കപ്ലിങ്ങിൽ ഫസ്റ്റ് കപ്ലിംഗ് RC കപ്ലിങ്, അതുപോലെ നമ്മുടെ ഇവിടെ എന്താണ് ട്രാൻസ്ഫോമർ കപ്ലിംഗ്, സിമിലർലി ഇവിടെ ഡയറക്റ്റ് കപ്ലിംഗ്. ഓക്കെ, അപ്പോൾ ഇത് ഓരോ സീരിയൽ നമ്പർ നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ സൈസ് ആൻഡ് വെയിറ്റ് കമ്പാരിസൺ എന്ന് പറയുമ്പോൾ RC കപ്ലിംഗ് വളരെ കുറവാണ്, സ്മോൾ. ഓക്കെ, സിമിലർലി ഇവിടെ ലാർജ് ആൻഡ് ബൾക്കി, കാരണം ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ വെരി സ്മോൾ ആണ് അല്ലേ, നമ്മൾ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല, കപ്പാസിറ്ററുകളും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ വെരി സ്മോൾ ആണ് അവിടെ. ഓക്കെ, കോസ്റ്റും ഏകദേശം ഇതേപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക, കാരണം ഇവിടെ കുറച്ച് കോസ്റ്റ് വേണ്ടു, ഇവിടെ കോസ്റ്റ്ലിയർ ആയിരിക്കും ഇത്, കാരണം ബൾക്കർ അല്ലെങ്കിൽ ഹെവിയർ എക്യുപ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതല്ലേ. ഇവിടെ ഡയറക്റ്റ് കപ്ലിങ്ങിലോ അത് വളരെ കുറവായിരിക്കും, ശരിയല്ല, അവിടെ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ വെരി സ്മോൾ. ദെൻ നെക്സ്റ്റ് ഇവിടെ നമ്മുടെ ഫ്രീക്വൻസി റെസ്പോൺസ്. ഓക്കെ, ഇതാണ് നമ്മൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. നമ്മുടെ ഫ്രീക്വൻസി റെസ്പോൺസ് വെച്ച് നോക്കുമ്പോൾ ഇത് എവിടെ എക്സലൻ്റ് ആണ്? ഇറ്റ് ഈസ് എക്സലൻ്റ് ഇൻ ദ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച് അല്ലേ. ഓഡിയോ ഫ്രീക്വൻസി റേഞ്ചിൽ അത് ഭയങ്കര നല്ലതാണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എക്സലൻ്റ് ഇൻ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച്. ട്രാൻസ്ഫോമർ കപ്ലിങ്ങിൻ്റെ പുവർ ആണ്, ഇതാണ് നല്ലൊരു ചോദ്യമാണ്. ഓക്കെ, ട്രാൻസ്ഫോമർ കപ്ലിങ്ങിൽ പുവർ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. ബെസ്റ്റ് ഫ്രീക്വൻസി റെസ്പോൺസ് ഇവിടെയാണ് ഡയറക്റ്റ് കപ്ലിങ്, കാരണം ഫ്ലാറ്റ് റെസ്പോൺസ് കർവാണ് ഒക്കെ അറിയുന്നത്, ശരിയല്ല. അപ്പോൾ ബെസ്റ്റ് ഫ്ലാറ്റ് റെസ്പോൺസ് കർവ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലാണ് നമ്മുടെ ഡയറക്റ്റ് കപ്ലിങ്ങിലാണെന്ന് ഓർക്കുക. പിന്നെ 4ാമത്തെ പോയിൻ്റ് ഇംപിഡൻസ് മാച്ചിങ്. ഓക്കെ, നമ്മുടെ ലോഡ് ടു സോഴ്സ് ഇംപിഡൻസ് മാച്ചിങ് ഇവിടെ എന്താണ് അത്ര ഗുഡല്ല, പുവർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇവിടെ എന്താണ് ഇറ്റ് ഈസ് എക്സലൻറ്റ് അല്ല, എക്സലൻറ്റ് ഇംപിഡൻസ് മാച്ചിങ് ആണ്. സിമിലർലി ഇവിടെ ഗുഡ്. ക്ലിയർ? അപ്പം എക്സലൻറ്റ് ഇംപിഡൻസ് മാച്ചിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽസ് ട്രാൻസ്ഫോമർ കപ്ലിംഗ്. ഓക്കെ, നെക്സ്റ്റ് യുവർ 5th വൺ നമ്മുടെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ നമ്മുടെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ മെയിനായിട്ട് ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ പർപ്പസ് ആണ്. ഓക്കെ, നമ്മൾ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ പർപ്പസിനാണ് കൂടുതലായിട്ട് നമ്മൾ RC കപ്ലിങ്ങിനെ പ്രിഫർ ചെയ്യുക. ട്രാൻസ്ഫോമർ കപ്ലിങ്ങിനെ നമ്മൾ കൂടുതലായും പ്രിഫർ ചെയ്യുക പവർ ആംപ്ലിഫിക്കേഷൻ പർപ്പസിനാണ്. ഇതൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് RC കപ്ലിങ്ങും ട്രാൻസ്ഫോമർ കപ്ലിങ്ങിൽ നമ്മൾ പവർ ആംപ്ലിഫിക്കേഷനും പർപ്പസിനാണ് യൂസ് ചെയ്യുക. നമ്മൾ ഈ ഡയറക്റ്റ് കപ്ലിംഗ് ആപ്ലിക്കേഷനുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആംപ്ലിഫിക്കേഷൻ ഓഫ് യുവർ എക്സ്ട്രീംലി ലോ ഫ്രീക്വൻസി സിഗ്നലുകളുടെ ആംപ്ലിഫിക്കേഷൻ ഓഫ് യുവർ എക്സ്ട്രീംലി ലോ ഫ്രീക്വൻസി സിഗ്നൽസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു കമ്പാരിസൺ പോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മേജർ പോയിൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും കമ്പാരിസൺസ് അറിഞ്ഞിരിക്കണം, കാരണം ഇതിൻ്റെ അകത്തുനിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കൂടുതലായിട്ട്. അപ്പോൾ ഈ പോയിൻറ്റ്സ് ക്ലിയർ ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ് ബാൻഡ് പാസ് ഓഫ് കാസ്കേഡ് സ്റ്റേജസ്. ഓക്കെ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ കാസ്കേഡ് സ്റ്റേജുകൾ നേരത്തെ പഠിച്ചല്ലോ, വോൾട്ടേജ് ഗെയിൻ പഠിച്ചില്ല, അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രീക്വൻസി ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസീൻ്റെ ഫോർമുലകൾ അറിയണം, ഫ്രീക്വൻസിൻ്റെ ഫോർമുലയും ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോർ അവർ പർപ്പസ് വി ആർ കൺസിഡറിങ് എൻ സ്റ്റേജഡ് കാസ്കേഡർ ആംപ്ലിഫയർ നമ്മൾ എന്ത് ചെയ്യുകയാണ് കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഹാവിങ് അപ്പർ 3 dB ഫ്രീക്വൻസീസ്. ഓക്കെ, ഇറ്റ് ഈസ് ഹാവിങ് അപ്പർ 3 dB ഫ്രീക്വൻസീസ് ഓഫ്
F2 ഡാഷ്, F2 ഡബിൾ ഡാഷ്, അതുപോലെ F2 ട്രിപ്പിൾ ഡാഷ്. ഓക്കെ, അങ്ങനെ പോകുന്ന 3 അപ്പർ dB 3 dB ഫ്രീക്വൻസീസ് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ മൊത്തം കാസ്കേഡർ ആംപ്ലിഫയറിൻ്റെ ഒരു കംപ്ലീറ്റ് 3 dB ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ F2 ഓഫ് N. ഓക്കെ, യു അസ്യൂം F2 ഓഫ് N ആസ് ദ അപ്പർ 3 dB ഫ്രീക്വൻസി ഫോർ കംപ്ലീറ്റ് കാസ്കേഡർ ആംപ്ലിഫയർ. ഓക്കെ, നിങ്ങളുടെ കംപ്ലീറ്റ് കാസ്കേഡർ ആംപ്ലിഫയറിൻ്റെ ടോട്ടൽ അപ്പർ 3 dB ഫ്രീക്വൻസി ആണ് F2 ഓഫ് N എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ഓരോ സ്റ്റേജുകളും നിങ്ങൾ ഐഡൻറ്റിക്കൽ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ എന്ത് വരും? യുവർ F2 ഡാഷ് വിൽ ബി ഈക്വൽ ടു F2 ഡബിൾ ഡാഷ് ഈക്വൽ ടു F2 ട്രിപ്പിൾ ഡാഷ് ദാറ്റ് ഈസ് ഈക്വൽ ടു യുവർ F2 എന്ന് വരും അല്ലേ, ഓരോ സ്റ്റേജും ഐഡൻറ്റിക്കൽ ആണെന്ന് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഈ ടോട്ടൽ അല്ലെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് കാസ്കേഡർ ഇക്വേഷൻ എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ലൈക്ക് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് F2 റേസ് ടു N divided by F2 the whole square is equal to 1 by root 2. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. F2 ഓഫ് N അല്ലെങ്കിൽ കംപ്ലീറ്റ് കാസ്കേഡർ അപ്പർ ഫ്രീക്വൻസി ഈക്വൽ ടു F2 ഇൻറ്റു റൂട്ട് ഓഫ് 2 റേസ് ടു 1 by N മൈനസ് 1. ഇതാണ് നമ്മുടെ ഫോർമുല. ദിസ് ഈസ് ദ ഫോർമുല യു ഹാവ് ടു റിമെമ്പർ. ഓക്കെ, F2 ഓഫ് N അല്ലെങ്കിൽ F2 ഓഫ് N സ്റ്റേജസ് ഈക്വൽ ടു F2 ഇൻറ്റു റൂട്ട് ഓഫ് 2 റേസ് ടു 1 by N മൈനസ് 1. ഓക്കെ, അപ്പം ഇതിൻ്റെ വാല്യൂകൾ വേണമെങ്കിൽ ഞാൻ 2 വാല്യൂകൾ ജസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എളുപ്പമായിരിക്കും, പിന്നെ അത് കാണാൻ എളുപ്പമായിരിക്കും. N നിങ്ങൾ 2 കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ F2 ഓഫ് 2 അല്ലേ കാണേണ്ടത്. ഇറ്റ് വിൽ ബി 0.64 F2. ഓക്കെ, അതുപോലെ N 3 ആണെങ്കിൽ നിങ്ങളുടെ F2 ഓഫ് 3 എന്ന് പറഞ്ഞിട്ട് വിൽ ബി 0.51 F2. ഓക്കെ, അപ്പം ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂകൾ എത്ര സ്റ്റേജ് ആണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് F2 മാത്രം തന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യാം, കാണാം അല്ലേ. ഇത് 1 ആണെങ്കിൽ പിന്നെ പ്രശ്നമല്ലല്ലോ. 1 2 റേസ് ടു 1 2 മൈനസ് 1 2 തന്നെയല്ലേ. 2 മൈനസ് 1 1. അപ്പം ഫ്രീക്വൻസി F2 ഇപ്പോൾ 2 3 ആണൊക്കെയാണ് തരുന്നതെങ്കിൽ ഈ വാല്യൂസ് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതിയോ. ഓക്കെ, 0.64 F2 അതുപോലെ 0.51 F2. ഓക്കെ, അപ്പോൾ അതാണ് അതിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് നോട്ട് ചെയ്യുക. ഇനി സിമിലർലി ഇത് നിങ്ങൾ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിൻ്റെ ഫോർമുലയാണിത്. F2 ഈസ് ഈക്വൽ ടു അല്ല F2 ഓഫ് N ഈസ് ഈക്വൽ ടു F2 ഇൻറ്റു റൂട്ട് ഓഫ് 2 റേസ് ടു 1 by N മൈനസ് 1. ക്ലിയർ. ഇനി ഇതുപോലെ നമുക്ക് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിൻ്റെ കാര്യങ്ങളും പറയാനുണ്ട്. ഓക്കെ, ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിൻ്റെ കാര്യം പറയാം. ലെറ്റ് യുവർ F1 be the lower 3 dB frequency of each of N identical non-interacting cascaded stages. Okay, stages ആണെങ്കിൽ then your F1 of N is equal to F1 divided by root of 2 raised to 1 by N minus 1. This is your equation. Clear? അപ്പോൾ F1 of N is equal to F1 divided by 2 raised to N minus 1. നേരത്തെ ഇക്വേഷൻ എന്തായിരുന്നു? F2 of N എന്ന് പറഞ്ഞാൽ F2 ഇൻറ്റു ഈ ഇക്വേഷൻ ആയിരുന്നു. ഇവിടെ എന്താണ്? F1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ ആണ്. നേരത്തെ F2 ഇൻറ്റു റൂട്ട് ഓഫ് 2 റേസ് ടു 1 by N മൈനസ് 1. ഇവിടെ F1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2 റേസ് ടു 1 by N മൈനസ് 1. ഓക്കെ, അപ്പം അത് തന്നിരിക്കുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, വാല്യൂസ് പുട്ട് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, കണ്ടാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ we can be concluded that a cascader amplifier has a lower F2. We can conclude that a cascaded amplifier has a lower F2 and a higher F1 than a single stage. Okay, a cascade amplifier has a lower F2 and a higher F1 than a single stage. അതായത് നമ്മളുടെ 3 dB അല്ലേ. നമുക്ക് പറയാം 3 dB ബാൻഡ് വിഡ്ത്ത് എന്താണെന്ന് പറയാം, ബാൻഡ് വിഡ്ത്ത് ഈസ് റെഡ്യൂസ്ഡ് അല്ലേ. സോ യുവർ 3 dB ബാൻഡ് വിഡ്ത്ത് ഈസ് റെഡ്യൂസ്ഡ്.
ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു പോയിന്റ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ചെറിയൊരു പ്രോബ്ലം നമുക്കൊന്ന് എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ ഈ ഫോമുലകൾ 2 ഫോമുല ഓർത്തിരിക്കുക. നമ്മളപ്പോൾ 2 ഫോമുലേനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഓക്കെ, 2 ഫോർമുലകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, നമ്മൾ 3 ഐഡൻറ്റിക്കൽ, ഇവിടെ 3 ഐഡൻറ്റിക്കൽ സ്റ്റേജസ് ഉണ്ട്. ആസ് എൻ ഓവറോൾ അപ്പർ 3 dB ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 100 kHz, ലോവർ 3 dB ഫ്രീക്വൻസി 25. ഡിറ്റർമൈൻ യുവർ FL ആൻഡ് FH അല്ലേ, അപ്പറും ലോവറും കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ FH അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പർ 3 dB ഫ്രീക്വൻസി ഓരോ സ്റ്റേജിലും എന്തായിരിക്കും? അപ്പർ 3 dB ഫ്രീക്വൻസി നമ്മൾ പറഞ്ഞതാണല്ലോ, എത്ര വരിക? അപ്പർ 3 dB ഫ്രീക്വൻസി പറഞ്ഞാൽ എത്ര വരിക? ഇറ്റ് വിൽ ബി, നമ്മുടെ ഫോർമുലാസ് നമ്മൾ യൂസ് ചെയ്യുക. ഏതാണ് നമ്മുടെ ഫോർമുല? ഏതാണ്? വി വിൽ ബി യൂസിങ് അവർ ദിസ് ഫോർമുല. ഏത്? അപ്പർ 3 dB ഫ്രീക്വൻസിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഏതാണ്? ഇത്. ശരിയല്ലേ? അപ്പം F2 അല്ലെങ്കിൽ നമ്മൾ അപ്പർ ഈസ് ഈക്വൽ ടു F2 ഇൻറ്റു റൂട്ട് ഓഫ് 2⁻n−1 യൂസ് ചെയ്യുക. സിമിലർലി നമ്മുടെ ലോവറിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട സാധനമാണ് എന്ത്? ഈ ഫോർമുല അല്ലേ, F1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2⁻n−1. ഓക്കെ, അപ്പോൾ നമ്മൾ ആ 2 ഫ്രീക്വൻസികളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ 2 ഫോർമുലാസ് നമ്മൾ ആദ്യം എഴുതി വയ്ക്കുക. നിങ്ങളുടെ അപ്പറിൽ വരുന്ന സാധനങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, ഓക്കെ, നിങ്ങൾ അപ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇവിടെ കാണേണ്ട ഫ്രീക്വൻസി എന്ന് വെച്ചാൽ F1 ഉം F2 ആണ് കാണേണ്ടത്. ശരിയല്ലേ? നിങ്ങൾ ഇത് F2 ഓഫ് N ആണ്. ശരിയല്ലേ? അപ്പം ഓവറോൾ ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത്. അതായത് ഇവിടെ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, അപ്പം ഈ തന്നിരിക്കുന്ന സാധനം ഉണ്ടല്ലോ 100 kHz നിങ്ങൾ ഓവറോൾ ഫ്രീക്വൻസിയാണ്. നിങ്ങളുടെ F2 ഓഫ് 3 ആണ് തന്നിരിക്കുന്നത്. എത്ര? 100 kHz. ഓക്കെ, സിമിലർലി നിങ്ങളുടെ F1 ഓഫ് 3 ആണ് തന്നിരിക്കുന്നത്. എത്ര? 25 kHz. ശരിയാണല്ലോ? നമ്മളോട് കാണാൻ പറിക്കുന്നത് നമ്മുടെ F2ഉം കാണണം, അതുപോലെ നമുക്ക് എന്തും കാണണം? F1ഉം കാണണം. ശരിയല്ലേ? നിങ്ങളുടെ F2 നമുക്ക് ഈ ഇത് വരുന്ന പ്രകാരം എന്ത് വരും? F2 എന്ത് പ്രകാരം? ഇത് F2 എഴുതുമ്പോൾ എന്ത് വരും? ഇറ്റ് വിൽ ബി F2 ഓഫ് N ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2⁻n−1. ശരിയാണല്ലോ? ഇതാണ് നമ്മുടെ എന്ത്? അപ്പർ അല്ലേ? ഇനി അടുത്ത ലോവർ പറയുകയാണെങ്കിൽ എത്ര വരും? നമ്മുടെ ലോവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇത് ലോവർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ F1. ശരിയാണല്ലോ? അപ്പോൾ F1 ഈക്വൽ ടു എന്ത് വരും? F1 ഈസ് ഈക്വൽ ടു വാട്ട്? F1 ഓഫ് 3 ഇൻറ്റു എത്ര? 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2⁻n−1. ശരിയാണല്ലോ? അപ്പം നമ്മൾ രണ്ടും നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഈ F2 അല്ലെങ്കിൽ F1 ഓഫ് 3 എന്ന് പകരം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ വാല്യൂസ് പുട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം F2 കാണുമ്പോൾ എന്ത് വരും? F2 ഓഫ് N എന്ന് പറഞ്ഞാൽ എത്രയാണ്? F2 ഓഫ് 3 അല്ല, എത്രയാണ്? 100 ഡിവൈഡഡ് ബൈ എത്രയാണ്? നമ്മുടെ റൂട്ട് ഓഫ് 2⁻⁻³ ആണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് 100 ബൈ, ഇത് ചോദിക്കാൻ ചാൻസ് കുറവാണ്. പക്ഷേ നമുക്കിവിടെ ഓൾറെഡി നമ്മളിവിടെ N = 3 എന്നും പറഞ്ഞ് നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട് അല്ലേ? എത്ര? 0.51 എന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. നമുക്കിവിടെ 0.51 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ആൻസർ വിൽ ബി 196.15 kHz. ഓക്കെ, അപ്പം സിമിലർലി നമുക്ക് എന്ത് ചെയ്യാം? F1 നമുക്ക് എന്ത് ചെയ്യാം? കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ആ ഫോമുലകൾ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ 2 ഫോമുലാസും നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫോക്കസ് ചെയ്യണം. രണ്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള 2 ഫോമുലാസാണ്. ഓക്കെ, അപ്പോൾ ആ ഓവറോൾ ഫ്രീക്വൻസി അല്ലെങ്കിൽ നമ്മൾ അപ്പർ ഫ്രീക്വൻസി ലോവർ ഫ്രീക്വൻസിയും ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്കത് എക്സ്പെക്റ്റ് ചെയ്യാം, ഉറപ്പൊന്നുമില്ല. ഓക്കെ, എന്തായാലും നിങ്ങളത് കൃത്യമായിട്ട് നോക്കുക. ഈ കമ്പാരിസൺ പഠിക്കുക. ഈ ഫോർമുലാസ് ഇതാ, ഈ ഒരു ലോവറിൻ്റെ ഈ ഫോർമുലയും അതുപോലെ തന്നെ സിമിലർലി നിങ്ങളുടെ അപ്പറിൻ്റെ ഈ ഫോർമുലയും ക്ലിയർ ആയിട്ട് നോക്കുക. ഇവിടെ നോട്ട് ചെയ്യേണ്ട പ്രോബ്ലം എന്ന് വെച്ചാൽ F1 ആണ് അപ്പർ, അതുപോലെ F1 ആണ് എന്ത്? ലോവർ. ഓക്കെ, അതിൽ കൺഫ്യൂഷൻ ആവരുത്. ഇതെന്ന് പറഞ്ഞാൽ കാസ്കേഡർ സ്റ്റേജ്, കാസ്കേഡർ സ്റ്റേജ്, എത്ര കാസ്കേഡർ സ്റ്റേജ് ആണോ അതിൻ്റെ വാല്യൂ ആണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, ആ ഫോർമുലാസ് ആണ് ഇമ്പോർട്ടൻറ്റ്.
ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ വാല്യൂസ് എത്രയാണെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചോ. ഓക്കെ, അപ്പം അത് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്തോ. ബട്ട് യുവർ ഫോർമുല ഷുഡ് ബി കറക്റ്റ്. ഓക്കെ, ചെറിയ എന്തെങ്കിലും വാല്യൂസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ കാസ്കേഡഡ് ആംപ്ലിഫയറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മേജർ കോൺഫിഗറേഷൻ ചോദിച്ച ചോദ്യമാണ്. നമ്മൾ കാസ്കേഡഡ് ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മേജർ ആയിട്ട് യൂസ് ചെയ്യുന്ന കോൺഫിഗറേഷൻ ഏതാണ്? ഇറ്റ് ഈസ് യുവർ CE കോൺഫിഗറേഷൻ അല്ലേ. CE കോൺഫിഗറേഷനാണ് എല്ലാ സ്ഥലത്തും നമ്മൾ എന്ത് ചെയ്യാറ്, യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക നമ്മൾക്ക്. അപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു നമ്മുടെ ഈ കപ്ലിംഗ് മെത്തേഡ്സ് അല്ലെങ്കിൽ കപ്ലിംഗ് ആംപ്ലിഫയറുകളുടെ സെക്ഷൻ നമ്മൾ ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് ആണ്. ഇനി നമ്മൾ പോകാൻ പോകുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ പവർ ആംപ്ലിഫയറുകളാണ്. ഓക്കെ, പവർ ആംപ്ലിഫയർ അല്ലെങ്കിൽ നമ്മൾ പറയാറുള്ള ലാർജ് സിഗ്നൽ ആംപ്ലിഫയറുകളുടെ കേസിലാണ് പോകാറുള്ളത്. അപ്പോൾ ലാർജ് സിഗ്നൽ ആംപ്ലിഫയറിലാണ് നമ്മൾ ഈ പറയുന്ന ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് AB കാര്യങ്ങളൊക്കെ വരാറ്. ഓക്കെ, അപ്പോൾ ഇനി ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, കാണാം. ഓക്കെ, ഇതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും ഇതിൻ്റെ കൂടെ ഉണ്ടാവും. ഓക്കെ, ഈ ടോപ്പിക്കിൻ്റെ പഴയ ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, കാണാം. ഓക്കെ, അപ്പോൾ വി വിൽ ബി സീയിങ് വിത്ത് യുവർ പവർ ആംപ്ലിഫയേഴ്സ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ ദെൻ, താങ്ക് യു.